അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1, 2 ഭാവങ്ങൾ. ഇതാണ് മകരക്കൂറിൽ വരുന്നത്. ബുധൻ 2ാം ഭാവത്തിലാണ്. 11-ാം തീയതി മുതൽക്കത് 3ാം ഭാവത്തിലേക്ക് വരും. സംസാരം കൊണ്ട് ഉണ്ടാകേണ്ട ഉയർച്ച കുറച്ചുകൂടെ ശക്തമാകും. അതുകൊണ്ട് നല്ല ഫലങ്ങൾ കിട്ടുന്നതാണ്. വ്യാപാര രംഗത്ത് ഉള്ളവർക്ക് അഥവാ മീഡിയ അല്ലെങ്കിൽ വിപണനം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, മാർക്കറ്റിംഗ് മുതലായിട്ടുള്ള ചെയ്യുന്നവർക്കും, എഴുത്ത് സംബന്ധമായിട്ടുള്ള ജോലികളും ഒക്കെ ഏർപ്പെടുന്നവർക്ക് 2ാം പകുതിയിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ടും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് ഭേദമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു സ്ഥിരത, വരുമാന സംബന്ധമായിട്ട് ധനപരമായിട്ടൊരു സ്ഥിരത തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റൊന്ന് കഷ്ടനഷ്ടങ്ങൾ ഒന്നും വരാൻ വലിയ സാധ്യതയില്ല. ആരോഗ്യവും അവർക്ക് ഒരു ശരാശരി ആരോഗ്യം ആണ്. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് കുറയാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെയാണ് കാണുന്നത്. മറ്റ് ദുരിതങ്ങളൊന്നും പുതുതായിട്ട് ഉടലെടുക്കാനില്ല. ഉള്ളത് കുറച്ച് കുറയാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരം ആയിട്ട് ഗണപതിയെ ദർശിക്കുക, ഗണപതി ക്ഷേത്രത്തിലോ ഒക്കെ പോവുക, ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ദുർഗാദേവി ക്ഷേത്രത്തിൽ പോവുക, ദുർഗാദേവിക്ക് അവിടെ പ്രദക്ഷിണാദികൾ നടത്തുക, ദുർഗാ സഹസ്രനാമം ജപിക്കുക. അങ്ങനെ ദുർഗാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നല്ല പ്രയോജനമാണ് ഉണ്ടാകുന്നത്.